ജന്തർ മന്ദർ CJPയുടെ സമരഭൂമിയിലേക്ക് വന്നാൽ ഇങ്ങനെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഇത് ഇവിടെ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടായി, കണ്ണീർ വാതക പ്രയോഗമുണ്ടായി. അതിൽ ചെരുപ്പുകൾ ഊരിയിട്ട് ഓടിയ സമരക്കാരുടെ ചെരുപ്പുകൾ ഇവിടെ ചേർത്ത് വെച്ച് അതൊരു പ്രത്യേക ഭാഗത്ത് ചേർത്ത് വെച്ച് ഇതൊരു പ്രതിഷേധത്തിന്റെ പ്രതീകമായി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ये क्या भाई, इसका संदेश क्या है भाई? ये वही है जो पुलिस यहाँ पे लाठी चार्ज की थी और लोगों को गलत तरीके से मारा गया था, तो उन्हीं का चप्पल भगदड़ में पूरा मचा हुआ था, उन्हीं को यहाँ पे रखा गया सही से। इसका संदेश क्या दे रहा है आप? ये संदेश ये दे रहा है कि ये पुलिस की दिखाड़, ये बदतमीजी और पुलिस की गिरी हुई हरकत को ये പോലീസിന്റെ ക്രൂരതയുടെ നേർ ചിത്രമാണ് ഇത് എന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. इसका बच्चा ये भागा हुआ क्या? हाँ, सारे बच्चे जो भाग गए, जिनको लाठी पड़ा या फिर जिनको बुरी तरह से मारा गया, हॉस्पिटलाइज किया गया, उन्हीं सब का ये चप्पल है. അതാണ് ആശുപത്രിയിലാവുകയും ഇവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്ത, ലാത്തി ചാർജിൽ ഓടിപ്പോവുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ ചെരുപ്പുകളാണ് ഈ കിടക്കുന്നത് എന്നാണ് ഈ പറയുന്നത്. आप क्या संदेश देना चाहिए, किस उम्मीद लेकर आप यहाँ आया हुए? हम तो एक ही उम्मीद लेके आए हैं कि सारी जनता जो भी गली मोहल्ले की है ना, कि वो जागे. ये जो सोई हुई सरकार है ना, और लोग भी सोए हैं, कि चाहते हैं कि बदलाव ही ना हो. उन्हें पता ही नहीं है कि देश में क्या चल रहा है. मैं चाहती हूँ कि उन्हें पता चले, आप बाहर निकले, यहाँ पे आके इस्तीफा देना तक आपका विरोध चलता रहता है? हाँ, ये इस्तीफा होना चाहिए. क्यों होना चाहिए ये भी मैं बताती हूँ. इस्तीफा एक देने से कुछ खत्म नहीं होने वाला है, ये हम सबको पता है. लेकिन जो डर है ना, वो बैठना चाहिए. अब युवा ने ना सच में जागना चाहिए. അതാണ് ഒരു പേടി ഭരണകൂടത്തിന് വേണം എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഏതായാലും ഇത് വലിയൊരു സമരത്തിന്റെ പ്രതീകമായി നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ മുഴുവൻ ഇന്നലെ ലാത്തി ചാർജിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ചെരുപ്പുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് പ്രധാനപ്പെട്ട ജന്തർ മന്ദറിലെ ഒരു ഭാഗത്താണിത് ഇങ്ങനെ കൂട്ടിവെച്ച് അതൊരു പ്രതീകമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ ദില്ലി.